You look at the amount of money they're paying for this boy, it's just absolutely bonkers. Chelsea paid £6.7 million for him. 50-odd million pounds. He's a good player. So, 55 million പൗണ്ടിന് 2015 കെവിൻ ഡിബ്രൂയിനെ വൂൾസ്ബർഗിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി വാങ്ങിക്കുമ്പം അന്നത്തെ പല പണ്ഡിറ്റ്സും അന്ന് പ്രീമിയർ ലീഗിൽ എല്ലാവരും മാഞ്ചസ്റ്റർ സിറ്റി മണി വേസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞൊരു സംഭവമാണ്. സോ ചെൽസിയിൽ പ്രീമിയർ ലീഗ് വരുന്നു, ആൾക്ക് അവിടെ ക്ലിക്ക് ആവാൻ സാധിക്കത്തില്ല. അവിടുന്ന് വൂൾസ്ബർഗിൽ പോകുന്നു, വൂൾസ്ബർഗിൽ അത്യാവശ്യം സെറ്റ് ആവുന്നു. അവിടുന്ന് സിറ്റി 55 million pounds മുടക്കി കെവിൻ ഡിബ്രൂയിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. നീണ്ട 11 വർഷമായിട്ട് സിറ്റിയിൽ കെവിൻ ഡിബ്രൂയിനെ കളിക്കുന്നു. 413 മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി, 106 ഗോളുകൾ, 174 അസിസ്റ്റുകൾ, 14ഓളം മേജർ ട്രോഫീസ് ഇൻക്ലൂഡിങ് 6 പ്രീമിയർ ലീഗ്, 1 ചാമ്പ്യൻസ് ലീഗ് 2023, 2 FA കപ്പ്, 5 ലീഗ്സ് കപ്പ്, കൂടാതെ 2 തവണ PFA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് 2019-20 സീസണിലും 2020-21 സീസണിലും. ആൻഡ് കെവിൻ ഡിബ്രൂയിന 33-ാം വയസ്സിൽ ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ ആൾ ഫ്രീ ഏജന്റ് ആവുകയാണ്. ആളിപ്പം ഒഫീഷ്യലി വന്ന് പറഞ്ഞിരിക്കുകയാണ് താൻ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് കരാർ പുതുക്കുന്നില്ല. എൻഡ് ഓഫ് ദ സീസൺ താൻ തൻ്റെ മനസ്സിനുള്ളിൽ നിൽക്കുന്ന തൻ്റെ ഫേവറേറ്റ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. പലരും വന്നൊരു ഫ്ലോപ്പ് സൈനിങ് ആവും, ഇത്രയും പൈസ സിറ്റി മുടക്കുന്നത് ഈ പ്ലെയറിന് വെറുതെയാണ് എന്ന് പറഞ്ഞിടത്തു നിന്ന് ഈ പറഞ്ഞവരെ കൊണ്ട് തന്നെ ആർഗ്യുബിളി ലാസ്റ്റ് 10 ഇയേഴ്സിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ് കെവിൻ ഡിബ്രൂയിന എന്ന് ഈ കെവിൻ ഡിബ്രൂയിനെ പറയിപ്പിച്ചുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലാണ് പലർക്കും പല ഒപ്പീനിയൻ കാണും. പക്ഷേ പ്രോബ്ലി മെജോറിറ്റി ആളുകൾ 2015 to 2025 ഈ ലാസ്റ്റ് 10 ഇയേഴ്സിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയാൻ സാധ്യതയുള്ള പേര് കെവിൻ ഡിബ്രൂയിന തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ കെവിൻ ഡിബ്രൂയിന ഈ സീസണിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് കാരണം വലയുന്നുണ്ട്. 12ഓളം മത്സരങ്ങൾ ആള് ഇഞ്ചറി കാരണം മിസ്സായി. പക്ഷേ ഈ സീസണിൽ നമ്മൾ നോക്കാനായിട്ടാണ് ഇപ്പോൾ 2 ഗോളും 6 അസിസ്റ്റും ആൾ ഓൾ കോമ്പറ്റീഷൻ നേടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പിച്ചിൽ ഇറങ്ങുമ്പോൾ കെവിൻ ഡിബ്രൂയിന ഈസ് നോട്ട് ദാറ്റ് ഓൾ കെവിൻ ഡിബ്രൂയിന എന്നൊരു ഫീൽ ഉണ്ട്. പക്ഷേ നമുക്കറിയാം കെവിൻ ഡിബ്രൂയിനയുടെ ടാലൻ്റ് അറിയാം. കെവിൻ ഡിബ്രൂയിന മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ്. സോ 2015 പുള്ളി എത്തിയതിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആർഗ്യുബിളി അല്ല, ഹീ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഫോർ മാഞ്ചസ്റ്റർ സിറ്റി സിൻസ് 2015. പ്രോബബ്ലി മാഞ്ചസ്റ്റർ സിറ്റി ഹിസ്റ്ററിയിൽ തന്നെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന നെയിം തന്നെയാണ് കെവിൻ ഡിബ്രൂയിന. സോ ഡിബ്രൂയിന ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ പോകുമ്പോഴേക്കും മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, എവറിബഡി ഈസ് ഗോയിങ് ടു ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പുള്ളിയുടെ വെടിയുണ്ട ഷോട്ടുകൾ, ലോങ് റേഞ്ചേഴ്സ് ആൻഡ് അസിസ്റ്റുകൾ പലപ്പോഴും മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് നോവെയർ കെവിൻ ഡിബ്രൂയിനയുടെ ബോളുകൾ, നമ്മൾ പറയും കെവിൻ ഡിബ്രൂയിനയുടെ അസിസ്റ്റുകൾ. എല്ലാവരോടും ചോദിക്കാം, പ്രീമിയർ ലീഗിൽ ഇപ്പം നമ്മളിങ്ങനെ ടയർ ലിസ്റ്റ് എടുക്കുമല്ലോ, 6 പാസിംഗ് വേണം, 6 ഷോട്ട് വേണം, 6 ഫ്രീ കിക്ക് വേണം, 6 പെനൽറ്റി വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ടയർ ലിസ്റ്റ് എടുക്കുമല്ലോ. സോ അതിൽ 6 പാസിംഗ് എന്ന് ചോദിക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ദ പ്ലേയേഴ്സും പറയുന്ന ഒരു ടീമാണ് കെവിൻ ഡിബ്രൂയിന. കാരണം ഔട്ട് ഓഫ് നോവെയർ സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് ഒരു ഒറ്റ പാസ്, ഒരു കില്ലർ പാസ്, നമ്മൾ പറയത്തില്ല ഒരു എന്നാ പറയാ, അതൊരു അഴകിയ ലൈല എന്നൊക്കെ പറഞ്ഞ പാട്ടില്ല, അത് എക്സാക്ട്ലി ആ ഒരു അഴകിയ ലൈല പാസുകൾ കൊടുക്കുന്ന പ്ലെയർ അതാണ് കെവിൻ ഡിബ്രൂയിന. ആൻഡ് പാസുകൾ മാത്രമല്ല, ഷോട്ടുകളും ക്രൂഷ്യൽ ഗോളുകൾ ആൾ സ്കോർ ചെയ്യും. 118 അസിസ്റ്റാണ് ആൾക്ക് പ്രീമിയർ ലീഗിലുള്ളത്, സെക്കൻഡാണ് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ. സോ 106 ഗോളുകൾ ആൾ ഓൾ കോമ്പറ്റീഷൻ നേടി സിറ്റിക്ക് വേണ്ടി, 174 അസിസ്റ്റുകൾ ആൾ ഓൾ കോമ്പറ്റീഷൻ നേടി. ആൾ കളിച്ചിരിക്കുന്ന 413 മാച്ചുകളാണ് സിറ്റിക്ക് വേണ്ടി. സോ സിറ്റിയുടെ ഗ്രേറ്റസ്റ്റ് ലെജൻഡിൽ ഒരാൾ, ഇഫ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലെജൻഡ് ആയിട്ട് തന്നെയാണ് ആൾ ഈ സീസൺ എൻഡിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. സോ ആളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സീസൺ ആള് എൻഡ് ആകുമ്പോഴേക്കും ഒരു സീസണോടെ അല്ലെങ്കിൽ 1-2 സീസണോടെയും ആളെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയും കെവിൻ ഡിബ്രൂയിനെ ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി എന്നോട് ചോദിക്കാനായിട്ടാണ് പ്രോബബ്ലി റൈറ്റ് ടൈം റൈറ്റ് കോൾ. നമ്മൾ കെവിൻ ഡിബ്രൂയിനെ മറ്റ് പല പ്ലേയേഴ്സിനെ പോലെ ലേറ്റ് 30s അല്ലെങ്കിൽ 40s അടുക്കുമ്പോഴേക്കും ഇപ്പോൾ മോഡ്രിച്ചിനെ പോലെയൊക്കെയുള്ള ഒരു ലോങ് ടൈം അജിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് തോന്നിയിട്ടില്ല. പുള്ളി ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ആളുടെ കരിയറിൽ നേരിട്ടിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് ഈ സീസണിൽ പലപ്പോഴും പിച്ചിൽ ഇറങ്ങുമ്പോൾ ആൾ ഗെയിമിൻ്റെ പേസിനോടൊപ്പം സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ഈ സീസൺ കണ്ടു. മെയിൻലി ആളുടെ ഹാംസ്ട്രിങ് ഇഞ്ചറി തന്നെയാണ്. സോ ആൾ പ്രോബബ്ലി നമ്മൾ പറയില്ലേ, ക്രൂസ് പറയുന്ന പോലെ എന്നാ പറയുക, താൻ ഡിമാൻഡ് നിൽക്കുമ്പോൾ അഥവാ തന്നെ ടോപ്പ് നോച്ചിൽ അഥവാ ടോപ്പ് ഫോമിൽ നിൽക്കുമ്പോൾ ടീമിൽ നിന്ന് ഇറങ്ങുക, ആ ഒരു ഡിമാൻഡ്, അല്ലാതെ താനൊരു ബാധ്യതയായിട്ട് ഇറങ്ങരുത് എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് ക്രൂസ് ലാസ്റ്റ് സമ്മറിൽ നമ്മൾ കണ്ടു റയൽ മാഡ്രിഡ് വിടുന്നത്. സോ
മേ ബി ഈ സീസൺ ഇസ് നോട്ട് ദ ബെസ്റ്റ്, ബട്ട് സ്റ്റിൽ കെവിൻ ഡി ബ്രൂയിനക്ക് 33 ഉള്ളൂ. മേ ബി 1-2 സീസണോടെ ആൾക്ക് നിൽക്കാം. പക്ഷേ ഈസ് എ ടീമിന് ഇപ്പം ബെസ്റ്റ് താൻ ഇറങ്ങുന്നതാണ്, യങ്സ്റ്റേഴ്സ് വരട്ടെ എന്നുള്ളൊരു ഡിസിഷൻ ആൾ എടുക്കുന്നു, ആൾ ക്ലബ്ബ് വിടുകയാണ്. സോ കെവിൻ ഡി ബ്രൂയിനെ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ സൗദി പ്രോ ലീഗും MLS ആണ് കേൾക്കുന്ന പേരുകൾ. എനിക്ക് പ്രീമിയർ ലീഗിലോ അല്ല യൂറോപ്പിലോ മറ്റൊരു ക്ലബിന് വേണ്ടി സൈൻ ചെയ്ത കാണാൻ സാധിക്കുന്നില്ല. സോ സൗദി പ്രോ ലീഗിനുള്ള ചാൻസാണ് ഇപ്പം കൂടി വരുന്നത്. കാരണം ആള് ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്കിലൊക്കെ, അതായത് നവംബറിലെ തൊട്ട് മുമ്പുള്ള ഇന്റർനാഷണൽ ബ്രേക്കിലൊക്കെ ആളോട് ചോദിച്ചപ്പം സൗദി പ്രോ ലീഗ് വൈ നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞു. കാരണം കരിയർ സെറ്റിൽ ചെയ്യാൻ പറ്റും. മെയിൻ റീസൺ ഫൈനാൻസസ് തന്നെയാണ്. ഫൈനാൻഷ്യലി ദാറ്റ്സ് എ ഹ്യൂജ് പാക്കേജ് സൗദിയിൽ നിന്ന് ഓഫർ ചെയ്യുന്നത്. സോ അതിനോട് ഞാൻ പറയാം ഇമ്പോസിബിൾ ആണെന്നുള്ള രീതിയിലൊക്കെ ആൾ പറയുന്നത്. സോ സൗദി പ്രോ ലീഗിന്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത്. സോ സൗദി പ്രോ ലീഗ് ഈസ് അവെയർ ഓഫ് ദ സിറ്റുവേഷൻ. സോ ആള് സൗദി പ്രോ ലീഗിലോട്ട് പോകാനായിട്ടാണ് ഡിസിഷൻ എടുക്കാനായിട്ട് കൂടുതൽ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് കെവിൻ ഡി ബ്രൂയിന മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നതിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. ഡെഫിനറ്റ്ലി എവരിബഡി ഈസ് ഗോയിങ് ടു മിസ് ഹിം. ഈ സീസണിൽ ഇനിയും മാഞ്ചസ്റ്റർ ഡെർബിയാണ് അടുത്ത് വരുന്നത്. കൂടാതെ ഈ സീസണിൽ ഇനിയും കുറച്ച് മാച്ചുകളോടുള്ളൂ. ഈ സീസണിൽ ഒരു പ്രോബബ്ലി ഒരു FA കപ്പ് മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടാനായിട്ടുള്ള ഒരു അവസരം. സോ ഒരു മേജർ ടൈറ്റിലും കൂടെ ആൾക്ക് നേടിക്കൊണ്ട് ഒരു FA കപ്പ് അടിച്ചുകൊണ്ട് പ്രോപ്പർ സെൻഡ് ഓഫ്, പ്രീമിയർ ലീഗോ ചാമ്പ്യൻസ് ലീഗോ അടിച്ചുകൊണ്ട് സെൻഡ് ഓഫ് കൊടുക്കാനായിട്ട് ആയിരുന്നു ഏറ്റവും ബെറ്റർ തിങ്. പക്ഷേ നമുക്കറിയാം സിറ്റുവേഷൻ ഇതാണ്. സോ FA കപ്പ് അടിക്കുക, FA കപ്പ് പ്രോപ്പറായിട്ടൊരു FA കപ്പ് അടിക്കുക, പ്രീമിയർ ലീഗ് അടിക്കാൻ സാധിക്കത്തില്ല. സോ FA കപ്പ് അടിക്കുക, ഒരു പ്രോപ്പർ സെൻഡ് ഓഫ് കെവിൻ ഡി ബ്രൂയിനേക്ക് കൊടുക്കുക. ടീമിന് കൂടുതൽ മോട്ടിവേഷൻ അത് ഇനിയുള്ള അപ്കമിങ് മാച്ചിൽ ഡി ബ്രൂയിനേക്ക് നമുക്കൊരു സെൻഡ് ഓഫ് കൊടുക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടട്ടെ. അതുപോലെ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ആര് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. സോ ഫിഫയുടെ റൂൾ പ്രകാരം ക്ലബ് വേൾഡ് കപ്പിന് ഇപ്പം ബൈ ദ ടൈം ഓഫ് ക്ലബ് വേൾഡ് കപ്പ് പ്രോബബ്ലി പുള്ളി ഫ്രീ ഏജന്റ് ആവും. സോ ഒരു ഷോർട്ട് ടൈം കോൺട്രാക്ട് 1 month 2 month കോൺട്രാക്ട്സ് ഒക്കെ കൊടുത്ത് പ്ലേയേഴ്സിനെ ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് കളിപ്പിക്കാനായിട്ട് ഫിഫ അലോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്രൊവിഷൻ വെച്ച് മേ ബി 1 month കോൺട്രാക്ട് വല്ലോ കെവിൻ ഡി ബ്രൂയിനേക്ക് കൊടുത്ത് സിറ്റിക്ക് കളിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രോബബ്ലി വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്, ഇഫ് നോട്ട് ദ ഫേവറേറ്റ്സ് തന്നെയാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് വരുമ്പോൾ മാൻ സിറ്റി. സോ കെവിൻ ഡി ബ്രൂയിനേക്ക് അനദർ ഒരു ടൈറ്റിൽ നേടിക്കൊണ്ട് ഇനീഷ്യൽ അഥവാ ഈ ന്യൂ ഫോർമാറ്റിലുള്ള ക്ലബ് വേൾഡ് കപ്പ് 4 വർഷം വരുന്ന ഈ ഒരു ഫോർമാറ്റിലുള്ള ക്ലബ് വേൾഡ് കപ്പ് നേടിക്കൊണ്ട് മേ ബി റിട്ടയർ ചെയ്യാൻ സാധിക്കട്ടെ. സോ ആൾ മിക്കവാറും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നൊരു ഫീലുണ്ട്. സോ ക്ലബ് വേൾഡ് കപ്പ് കൂടെ കളിച്ച് മേ ബി അതും കൂടെ നേടാനായിട്ടൊരു മോട്ടിവേഷൻ ആവട്ടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്ന് നമുക്ക് വിചാരിക്കാം. സോ ആൾ ഡ്രീം ചെയ്തുകൊണ്ടിരുന്ന ആളുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് 2023 ഇന്ററിനെ തോപ്പിച്ച് അവർക്ക് നേടാനായിട്ട് സാധിച്ചു. സോ അതിൻ്റെ ഒരു ക്രൂഷ്യൽ റോൾ വഹിച്ച ആൾ തന്നെയായിരുന്നു കെവിൻ ഡി ബ്രൂയിന ആ ഒരു ടൂർണമെന്റ് പ്രോഗ്രസ്. അപ്പോൾ സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. എന്തായാലും Man City fans is going to miss him. Every football fans is going to miss him. Haaland is definitely going to miss him. Haaland De Bruyne connection was something else. Like അതിനെ കുറച്ച് 2 സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളെങ്കിലും ദാറ്റ് വാസ് സംതിങ് സ്പെഷ്യൽ. സോ നമ്മളെല്ലാവരും ഈ ഒരു ചാനൽ ഉണ്ടല്ലോ നമ്മളെ കെവിൻ ഡി ബ്രൂയിന, അത് നമ്മൾ മിസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. Goal for City, a goal for number 17.